ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. സാറ് പറഞ്ഞത് വെച്ച് നോക്കുമ്പോ സാറിന്റെ മനസ്സിൽ മാഡം അല്ലാതെ മറ്റൊരു പെണ്ണുമില്ല. മാഡം എന്തുകൊണ്ടും ഭാഗ്യവതിയാ. ഇങ്ങനെ സ്നേഹിക്കുന്ന ഒരാളെയാണല്ലോ മാഡത്തിന് ഭർത്താവായിട്ട് കിട്ടിയത്. മാഡം, ഞാൻ പറയുന്നത് അങ്ങനെ വിലയില്ലാത്തവനായി ജീവിക്കുന്നതാണോ വിലയോടുകൂടി ജീവിക്കുന്നതാണോ നല്ലതെന്ന് നീ ഒന്ന് ചിന്തിക്ക്. എടാ, ഒരിക്കൽ ചുവപ്പ് മഷി വീണാലേ അത് മായ്ക്കാൻ പേപ്പറിലായാലും ജീവിതത്തിലായാലും വലിയ പാടാ. നീ ഒന്ന് ചിന്തിക്ക്, എന്നിട്ട് അവളെ പോയി വിളിച്ചോണ്ട് വാ. പിന്നെ നീ അവളെ പോയി വിളിച്ചിട്ട് ഇങ്ങോട്ട് കേറിയാ മതി. രണ്ടുപേരും ഒരുമിച്ച്, അല്ലാതെ നീ ഒറ്റയ്ക്ക് ഇങ്ങോട്ട് കേറണമെന്നില്ല. മനസ്സിലായോ നിനക്ക്? എടാ, ചില സമയത്തെ ഭാമ എനിക്ക് ഭാര്യ മാത്രമൊന്നും ആയിരുന്നില്ല, എന്റെ ടീച്ചറും കൂടെ ആയിരുന്നു. ആ ശിക്ഷണം കൊണ്ടാവാം ഞങ്ങളിങ്ങനെ ഇണക്കങ്ങളും പിണക്കങ്ങളും ഒക്കെ ആയിട്ടേ ഒത്തൊരുമിച്ച് അങ്ങ് പോകുന്നതേ. ഒരമ്മ എന്ന നിലയിൽ നീ അവളുടെ ഉപദേശം സ്വീകരിച്ചില്ലെങ്കിലും എനിക്ക് ശിക്ഷണം തന്ന ടീച്ചർ എന്ന നിലയിൽ നീ ആ വാക്കുകൾ കേൾക്കണം. കാരണമേ അതെന്നെ ഞാനാക്കിയ വാക്കുകളാ. എടാ, അതൊരിക്കലും തെറ്റില്ല. എടാ, അതിന് തെളിവേ നീ ഞാൻ തന്നെടാ. ആ എന്നിട്ട് എന്തായി നിന്റെ തീരുമാനം? അമ്മായിയമ്മയുടെ അനുസരണയുള്ള മരുമകളായി സത്യമ്മയുടെ അപമാനവും പേറി ജീവിതം ജീവിച്ച് തീർക്കാൻ തന്നെ തീരുമാനിച്ചോ? വല്യച്ചി എന്താ ഈ പറയുന്നേ? അവരീ കാണുന്ന ആളൊന്നും അല്ല. ചില പുരാണ കഥകളിലെ രണ്ടു മുഖമുള്ള സ്ത്രീകളെ കുറിച്ച് പറഞ്ഞിട്ടില്ലേ? അതുപോലെ രണ്ടു മുഖങ്ങളും ഒരുപാട് സ്വഭാവങ്ങളും ഉള്ള സ്ത്രീയാ അവര്. അവര് ചെയ്തതും പറഞ്ഞതും എല്ലാം എണ്ണി പറഞ്ഞവരെ എന്തിനാ നാണം കെടുത്തെന്ന് ഓർത്തിട്ടാ ഞാനൊന്ന് അടങ്ങിയത്. പിന്നെ നമ്മുടെ വീട്ടിൽ വരുമ്പോ നമ്മളൊരു മര്യാദ കാണിക്കണല്ലോ, അതിപ്പോ അവർക്കില്ലെങ്കിലും. ഇത് വേറെ ഒന്നുമല്ല ശ്യാമേ. ശാലിനിയോട് സ്നേഹക്കൂടുതൽ കാണിക്കണമെങ്കിൽ നീ അവിടെ വേണം. അത് ഈ ചില അമ്മായിയമ്മമാരുടെ സ്ഥിരം പണിയാ. നമ്മളെ മറ്റുള്ളവർക്ക് മുമ്പിൽ താഴ്ത്തി കെട്ടുമ്പോ അവർക്കെന്താ വല്ലാത്തൊരു സുഖം കിട്ടുന്നേ. ശാലിനിക്ക് സത്യമ്മയ്ക്ക് അവിടെ വഴക്ക് പറയാനും ശാസിക്കാനും ഒരാള്, അതാണ് നീ. പിന്നെ രോഹിത്തിന്റെ കാര്യം അറിയാലോ. അവര് വിധിക്കുന്ന ശിക്ഷ ശിരസ ഏറ്റുവാങ്ങി അവര് പറയുന്നതനുസരിച്ച് അവിടെ അവരുടെ തണലിൽ നിൽക്കാനേ രോഹിത്തിന് സാധിക്കൂ. കാരണം അവരുടെ കാരുണ്യം കൊണ്ട് ജീവിതം ഉണ്ടായവനാ രോഹിത്ത്. പക്ഷെ ആ രോഹിത്തിനൊരു കുടുംബമുണ്ട്, ഒരു ഭാര്യയുണ്ട്, ഒരു കുട്ടിയുണ്ട്. മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കാതെ അവനവന് വേണ്ടി ജീവിക്കാൻ രോഹിത്തിന് എന്ന് തോന്നുന്നോ അന്നേ ഞാനിനി ആ വീട്ടിലേക്കുള്ളൂ. ഇല്ലെങ്കിൽ ഞാൻ ഈ ബന്ധം തന്നെ വേണ്ടെന്ന് വയ്ക്കും. നമ്മള് രണ്ടും ഒരേ ഒഴുക്കിൽ നീന്തി പെടാപ്പാട് പെടുമ്പോ അമ്മമാരുയർത്തി മാതൃക കാണിക്കുന്ന ഒരു പേരുണ്ട്, ശാലിനി. കൂടപ്പുറപ്പാണ്, പക്ഷേ എന്നും എപ്പോഴും എല്ലായിടത്തും അവൾക്കാണ് ഉയർച്ച. അവൾക്കായിരുന്നു പരിഗണന. ഞാൻ എന്റെ പഠിപ്പ് പോലും നിർത്തി അടുക്കളയിൽ അമ്മയുടെ സഹായമായി മാറിയത് തന്നെ അവള് പഠിച്ച് മുന്നേറാൻ വേണ്ടിയാ. നല്ലൊരു ജോലി നേടി നമ്മുടെ കുടുംബത്തിന് രക്ഷയാകാൻ വേണ്ടിയാ. എന്നിട്ടിപ്പോ എന്തായി? എന്റെ ജീവിതം ഇങ്ങനൊരു അവസ്ഥയിൽ എത്തി നിൽക്കുന്നു. ഇതിനെന്തെങ്കിലും ഒരു പരിഹാരം കാണാൻ അവക്ക് കഴിഞ്ഞോ? നല്ലൊരു മറുപടിയെങ്കിലും രാജീവേട്ടന്റെ അമ്മയ്ക്കും അമ്മാവനോ കൊടുക്കാൻ കഴിഞ്ഞോ? പോട്ടെ, നല്ലൊരു വക്കീലിനെങ്കിലും എനിക്ക് വേണ്ടി ഏർപ്പാടാക്കാൻ അവൾക്ക് കഴിഞ്ഞോ? ഒന്നും സാധിക്കില്ല. കാരണം ശാലിനിയുടെ ജീവിതം ഇപ്പൊ ആസ്വദിക്കുക. അമ്മായിയമ്മയും കൂടി സ്നേഹവാത്സല്യത്തോടെ ചോറ് വാരി കൊടുക്കാൻ പിന്നാലെ നടക്കുമ്പോഴേ നമ്മുടെ ജീവിതങ്ങൾക്ക് എന്ത് പ്രസക്തിയാ മോളെ ഉള്ളത്? അതുപോലെ തന്നെയാ മോളെ നിന്റെ ജീവിതം ആകാൻ പോകുന്നത്. നമുക്ക് നമ്മൾ മാത്രമേ ഉള്ളൂ. നമ്മുടെ കാര്യങ്ങൾക്കും നമ്മൾ മാത്രമേ ഉള്ളൂ. ഒരു IAS ചിന്തകളും നമുക്ക് വേണ്ടി പ്രവർത്തിക്കുകയോ ചിന്തിക്കുകയോ ചെയ്യില്ല. അതെല്ലാം മനസ്സിലാക്കിയിട്ട് എന്റെ വയറ്റിൽ വളരുന്ന ഈ കുഞ്ഞിനെ വരെ ഞാൻ വേണ്ടെന്ന് പറഞ്ഞത്. അടുക്കള മുറിയില് കരിയും പുകയും കൊണ്ട് ജീവിതം തീർക്കാനായിരിക്കും നമ്മുടെ വിധി. സന്തോഷിക്കട്ടെ, കുഞ്ഞേച്ചി ആനന്ദിക്കട്ടെ. പക്ഷെ
ഈശ്വരൻ എന്നൊരാള് ഇതെല്ലാം കണ്ടും കേട്ട് നിൽക്കുന്നുണ്ടല്ലോ. ഞാൻ എന്തായാലും എന്റെ തീരുമാനത്തിൽ നിന്ന് പിന്നോട്ട് പോവില്ല. എനിക്ക് ഇവിടെ എന്തെങ്കിലുമൊക്കെ ആവണം. കുഞ്ഞേച്ചിയുടെ ജീവിതം തിരിച്ചു പിടിച്ചതുപോലെ ഞാനും സ്വന്തമായൊരു നിലനിൽപ്പ് എനിക്കും ഉണ്ടാക്കാൻ പറ്റുമോ നോക്കട്ടെ. നിങ്ങൾ എന്തിനാ ഇങ്ങനെ കള്ളം പറയുന്നേ? ആ രേഷ്മയും കൊണ്ടല്ലേ നിങ്ങൾ പോയത്? നിങ്ങൾ രണ്ടുപേരും കൂടി മധുരയിലെ വിവാഹം കഴിക്കാനാണോ പോയത്? ഞാനും ഇവനും മധുരയ്ക്ക് പോയത് ഞങ്ങളുടെ ലക്ഷ്മി ഗാർമെന്റ്സിലേക്ക് തുണി എടുക്കാനാ. സംശയം തീർക്കാനായിട്ട് ആ കടയുടെ അഡ്രസ്സും തുണികൾ പർച്ചേസ് ചെയ്തതിന്റെ ബില്ലും കാണിക്കണമെങ്കിൽ കാണിക്കാം. മാഡം, എനിക്കറിയില്ലായിരുന്നു മാഡം സാർ ഇത്രയും നല്ലൊരു മനുഷ്യനായിരുന്നു എന്ന്. സാറിനെ ഒരിക്കലും നമ്മൾ സംശയിക്കാൻ പാടില്ലായിരുന്നു. സാറ് പറഞ്ഞത് വെച്ച് നോക്കുമ്പോ സാറിന്റെ മനസ്സിൽ മാഡം അല്ലാതെ മറ്റൊരു പെണ്ണുമില്ല. മാഡം എന്തുകൊണ്ടും ഭാഗ്യവതിയാ. ഇങ്ങനെ സ്നേഹിക്കുന്ന ഒരാളെയാണല്ലോ മാഡത്തിന് ഭർത്താവായിട്ട് കിട്ടിയത്. മാഡം, ഞാൻ പറയുന്നത് വേദനിച്ച് കാണില്ല. കാരണം കുറച്ച് മണിക്കൂറുകളായിട്ട് ഞാൻ അനുഭവിച്ച വേദനയുടെ ഒരു അംശം പോലും തിരിച്ചു തരാൻ എനിക്ക് സാധിക്കില്ല. എടി, ഇവൾ എന്റെ ഭാര്യ മാത്രമല്ല, ഈ ജില്ല ഭരിക്കുന്ന കളക്ടർ കൂടിയാ. ഇവിടെ ചില വീട്ടമ്മമാരെ പോലെ ചിന്തിക്കാനോ അധപതിക്കാനോ പാടില്ല. എന്താടാ ഗോപാലകൃഷ്ണ, ഇരുന്ന് ബോറടിച്ചോ? നീ എന്ത് ഭാവിച്ചാടാ? കാടാറു മാസം നാടാറു മാസം എന്ന് പറഞ്ഞ് നടക്കുന്ന ഞാൻ, ക്ഷേത്രങ്ങളും വീടുമായി നടക്കുന്ന എന്നെ നീ പിടിച്ചുകൊണ്ടുവന്ന് ഇവിടെ ഇട്ടിട്ട് എന്ത് ചെയ്യാനാടാ? കുടുംബമായിട്ട് താമസിക്കുന്നവരെ പിടിച്ചോണ്ട് വന്നാ കാണാനില്ല എന്നും പറഞ്ഞ് പരാതിയെങ്കിലും കൊടുക്കും. എന്നെപ്പോലുള്ള ആൾക്കാരെ കൊണ്ടുവരുന്നവന്റെ തലയിലാ. ഇല്ലെങ്കിൽ പട്ടിണിക്കെട്ട് കൊല്ലണം. എനിക്ക് വീണിടം വിഷ്ണു ലോകം.